വെള്ളം കുത്തിയൊഴുകി വന്ന ആദ്യ ഇമ്പാക്റ്റ് ഉണ്ടായത് ഈ പ്രദേശത്ത് ജീവിക്കുന്നവരിലാണ്. ആദ്യ ഇമ്പാക്റ്റ്, അതായത് ഒന്ന് ഓടി മാറാൻ പോലും സാധിക്കാതെ ഈ കുത്തിയൊഴുകി ജലം വരുന്നത് ആദ്യം അഫക്റ്റ് ചെയ്ത ആളുകൾ ഇവരാണ്. രാഹുൽ, ഒരു ജീപ്പ് കിടക്കുന്ന ഒരു രംഗം കാണിച്ചു തരാം. അപ്പം മനസ്സിലാകും ഇവിടെ ഈ വെള്ളത്തിന്റെ ഒഴുക്ക് എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന്. ആ കാണുന്നത് ഈ പ്രദേശത്തെ ആളുകളുടെ വാഹനങ്ങളാണ്. ഒരു ജീപ്പ് കിടക്കുന്ന കിടപ്പ് കണ്ടാൽ അറിയാം. അതായത് എടുത്ത് മറിച്ചിരിക്കുകയാണ് ഒരു ജീപ്പ്. അതോടൊപ്പം തന്നെ ഒരു ബുള്ളറ്റ് ആ ഭാഗത്ത് കിടപ്പുണ്ട്. വാഹനങ്ങളൊക്കെ തന്നെ തകർത്ത് നമ്മളിങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ കണ്ടതാണ് ഒരു കാറ്. അതായത് ഒരു പുതിയ കാറ് എന്ന് അത് തകർന്ന് തരിപ്പണമായി വഴിയിൽ കിടക്കുന്നു. ഒട്ടനവധി വീടുകൾ തകർന്നു കിടക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഈ രക്ഷാദൗത്യത്തിലെ ഏറ്റവും കഠിനമായ മേഖല ഇത് തന്നെയാണ്. കാരണം ഈ ഉരുൾപൊട്ടലിന്റെ അതിൻ്റെ ഒരു ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് ഈ മേഖലയാണ് എന്നതിനാൽ തന്നെ ഏറ്റവും കഠിനമായ മേഖലയും ഇത് തന്നെയാണ് എന്ന് പറയാതിരിക്കാനാകില്ല. 15 മീറ്റർ മാറിയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളത്. അല്പസമയം മുമ്പ് നമുക്കത് കാണാമായിരുന്നു ഇവിടെ നിന്നാൽ. പക്ഷേ ഇപ്പോൾ മൂടൽമഞ്ഞ് വന്ന് മൂടിയിട്ടുണ്ട്. പൂർണ്ണമായും ആ പ്രദേശം മൂടൽമഞ്ഞ് വന്ന് മൂടിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് മണ്ണടർന്ന് മരവും ചെളിയും കല്ലും മണ്ണുമൊക്കെയായി താഴേക്ക് വന്ന് ഇവിടെ ആദ്യ ഇമ്പാക്റ്റ് ഇവിടെ നൽകി. പാവപ്പെട്ട ഒട്ടനേകം ആളുകൾ, ഇവിടെ കിടന്നുറങ്ങിയിരുന്ന പാവപ്പെട്ട ഒട്ടനേകം ആളുകളുടെ ജീവൻ അപഹരിച്ചത്. രാഹുൽ ഒന്ന് വന്നാൽ ഇതേ ഈ കാണുന്ന ഈ പ്രദേശത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം. ഇവിടെ ഇപ്പോഴും രക്ഷാദൗത്യ സംഘം അവരുടെ കൃത്യമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഒരു മൃതദേഹം കൂടി കണ്ടെത്തിയതായി ഒരു വിവരം കിട്ടുന്നുണ്ട്. ഒരു പക്ഷേ അല്പസമയത്തിനകം ആ ഭാഗത്തേക്ക് കൂടി നമുക്ക് പോകാൻ സാധിക്കും. ഈ ഭാഗം ഒന്ന് കാണിച്ചാൽ രാഹുൽ, ഒന്ന് കാണിച്ചാൽ മനസ്സിലാകും. ഈ ഭാഗത്തേക്ക് നോക്കിയാൽ മനസ്സിലാകും എത്ര രൂക്ഷമായിരുന്നു ഇവിടുത്തെ അവസ്ഥയെന്ന്. ഇതൊരു വീടായിരുന്നു. ഈ വീട്ടിലെ ഒരുപക്ഷെ കിടപ്പുമുറിയൊക്കെ ആയിരിക്കാം ഇത്. മെത്തയൊക്കെ തന്നെ ഈ ഭാഗത്ത് കാണുകയും ചെയ്യാം. ഇവിടെയാണ് രൂക്ഷമായ രീതിയിൽ ഈ ഉരുൾപൊട്ടൽ വലിയ പ്രതിസന്ധി തീർത്തത്, ഒട്ടനേകം പേരുടെ ജീവനെടുത്തത്. ഈ ഉണ്ടായ പുഴയ്ക്ക് അരികിലായി, പുഴയുടെ തീരത്തായി ഇവിടെ ഇപ്പോൾ മനുഷ്യരെ മണ്ണിൽ പുതഞ്ഞ രീതിയിൽ കിട്ടുന്നുണ്ട്. 3 പേരുടെയും മൃതദേഹം ഇവിടുന്ന് കണ്ടെടുത്തു എന്നുള്ളതാണ് വിവരം കിട്ടുന്നത്. രാഹുൽ, ആ ദൃശ്യങ്ങളിലേക്ക് ഒന്നുകൂടി ഒന്ന് പോകണം രാഹുൽ. ഒരു 2 NDRFന്റെ 2 ജവാന്മാർ ആ ഒരു നദിക്ക് കുറുകെ, കുത്തൊഴുക്കാണ്, കടക്കാൻ കഴിയില്ല, അതിന് കുറുകെ റോപ്പ് കെട്ടാനുള്ള ശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും ഈ ദുരന്തത്തിന്റെ ഏറ്റവും കഠിനമായ ദൃശ്യങ്ങൾ, കരളലിയിക്കുന്ന ഹൃദയം പിളരുന്ന ദൃശ്യങ്ങൾ ഈ ഭാഗത്തു നിന്നാണ്. ഇതിന്റെ ഉത്ഭവസ്ഥാനം ഇവിടെയാണ് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത്. ഇവിടെ നിന്നും ഒരു 15 മീറ്റർ മാറിയാണ് ഉരുൾപൊട്ടി താഴേക്ക് ഒലിച്ചിറങ്ങിയത്. ഇവിടെയാണ് ആദ്യ ഇമ്പാക്റ്റ് ഉണ്ടായത്. ഇവിടെയാണ് മനുഷ്യർ ഒന്നിരുട്ടി വെളുത്തപ്പോഴേക്കും മണ്ണിനടിയിലായത്. ഇവിടെയാണ് ഏറ്റവും അധികം ആളുകൾക്ക് ജീവഹാനി ഉണ്ടായത്. പലരുടെയും സ്വത്തും പലരുടെയും വീടും ഒരു മനുഷ്യായുസ്സിൽ ഉണ്ടാക്കിയത് മുഴുവൻ നഷ്ടപ്പെട്ടത്, പലർക്കും ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടത് ഈ മേഖലയിലാണ്. ഏറ്റവും അധികം ദുരന്തം വിതച്ച സ്ഥലം, ആ വലിയ കരിങ്കല്ലുകൾ കണ്ടാൽ അറിയാം. അതാ മലയുടെ മുകളിൽ നിന്നും വന്നതാണ്. ആ വലതുവശത്തേക്കൊന്ന് രാഹുൽ ഒന്ന് പാൻ ചെയ്ത് കാണിച്ചു കൊടുക്കണം. അത് കാണുമ്പോൾ മനസ്സിലാകും. അതായത് ഈ ഭാഗത്ത് വലിയ ഉരുളൻകല്ലുകൾ അത് വന്ന് കൂന കൂടി കിടക്കുകയാണ് ഈ പ്രദേശത്ത്. ഒന്ന് കാണിച്ചാൽ അത് മനസ്സിലാകും. അങ്ങനെ ഈ ഭാഗത്തൊരു കുന്നായിരുന്നു അത്. ആ കുന്നിൻ മുകളിലേക്ക് ഈ ജലം വലിയ കരിങ്കല്ലും മണ്ണും കൊണ്ടിട്ടിരിക്കുന്നു, തടികൾ കൊണ്ടിട്ടിരിക്കുന്നു. ആ ഒരവസ്ഥയിലാണ് ഈ പ്രദേശം ഇപ്പോഴുള്ളത്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ആ ചൂരൽമലയിൽ നിന്നും കിലോമീറ്ററുകൾ ഇപ്പുറമാണ്. ആ മല മുഴുവൻ കയറി വേണം ഇങ്ങ് മുകളിലെത്താൻ. കാരണം അതിൻ്റെ ഭീകരത ഇത്ര അടുത്ത് നിന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഈ ദൃശ്യങ്ങൾ ആരെയും ഭയപ്പെടുത്താനോ ആരെയും പേടിപ്പിക്കാനോ വേണ്ടി അല്ല കാണിക്കുന്നത്. നേരെ മറിച്ച് നമ്മുടെ രക്ഷാപ്രവർത്തകർ, അത് സാധാരണക്കാർ മുതലുണ്ട്, അവരെത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഈ രക്ഷാദൗത്യം നടത്തുന്നത് എന്നുള്ളത് കൂടി പുറം ലോകത്തെത്തിക്കാനാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും വിവരങ്ങൾ അറിയാനുണ്ടെങ്കിൽ അത് നമ്മോട് ചോദിക്കുന്നതിന് വേണ്ടിയാണ് ആ ഒരു ചാനൽ ഈ പ്രദേശത്തേക്ക് എത്തുന്നത്. ഇവിടെ ഒരു ചാനൽ ഇത് ആദ്യമായി ഈ മേഖലയിലേക്ക് കടന്നു വരുന്നു എന്നുള്ള പ്രത്യേകതയുമുണ്ട്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള വിവരം ഈ മേഖലയിൽ നിന്നും വേണ്ടതുണ്ടെങ്കിൽ നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ്. എന്തെങ്കിലും സഹായം ഇവിടെ രക്ഷാപ്രവർത്തകർ ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്നില്ല, മുണ്ടക്കൈയിലെ മഹാദുരന്തത്തിൻ്റെ ചിത്രമാണ് നമ്മുടെ റിപ്പോർട്ടേഴ്സ് വരച്ചിടുന്നത്. ഇനി വരാനിരിക്കുന്നത് ഇതിലും അപകടം പിടിച്ച വാർത്തകളാണെന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ പൊരുത്തപ്പെടുന്നു. ഇപ്പോഴും ഒരുപാട് ആളുകൾ നമ്മൾ അക്കൗണ്ട് തുറക്കണം, വയനാട്ടിലെ ജനങ്ങളെ സഹായിക്കാൻ തയ്യാറാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നിങ്ങൾക്ക് അറിയുന്നത് പോലെ സമാനതകളില്ലാത്ത ഒരു ദുരന്തം
ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചത്. ഒരു പ്രദേശമാകെ തകർന്നടിഞ്ഞില്ലാതായ ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ സർക്കാരിന് സമാന്തരമായി ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നതിനകത്തൊരു നീതികേടും ഒരു ഔചിത്യക്കേടും ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. പ്രേക്ഷകർ എത്ര സമ്മർദ്ദം ചെലുത്തിയാലും ഞങ്ങൾക്കത് ചെയ്യാൻ പാടില്ല എന്നൊരു തോന്നലാണുള്ളത്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് തന്നെ വേണം അയക്കാൻ. നിങ്ങൾക്കറിയുന്നത് പോലെ നോർമലി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് വകമാറ്റി ചെലവാക്കാൻ കഴിയില്ല. പ്രായോഗികമായി ഓഡിറ്റ് സംവിധാനമൊക്കെ ഉള്ളൊരു സംസ്ഥാനത്ത് അത് ചെയ്യാൻ കഴിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. തൽക്കാലം നിങ്ങൾ അത് തന്നെ ചെയ്യണം. മറ്റൊരു കാര്യം, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചില ആളുകളൊക്കെ തന്നെ ചിലരുടെ കാര്യം പറഞ്ഞുകൊണ്ട് എഴുതുന്നുണ്ട്. രശ്മിയെ കാണാതായി അങ്ങനെയൊക്കെ പറഞ്ഞ് ഇടുന്നുണ്ട്. പക്ഷേ നമുക്ക് അങ്ങനെ പറഞ്ഞാൽ നമുക്ക് അന്വേഷണം നടത്താൻ കഴിയില്ല. നിങ്ങളുടെ കയ്യിൽ അവരുടെ ചിത്രമുണ്ടെങ്കിൽ അയച്ചു തരിക. നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ സ്ക്രീനിൽ ആ ചിത്രങ്ങൾ കാണിക്കാം. ആരെങ്കിലും കണ്ടെത്തുന്നെങ്കിൽ നിങ്ങളെ വിവരം അറിയിക്കുകയും